പല്ലാട്ട്, ഇവിടെ ഈ ആന ഈ വലിയ ശബ്ദങ്ങൾ കേൾക്കാൻ കെൽപ്പില്ലാത്തൊരു പാവം ജീവിയാണ്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന കരിമരുന്ന് പ്രയോഗം ഉണ്ടാകുകയാണെങ്കിൽ ദൂരപരിധി വേണമെന്ന് തോന്നുന്നു. ഇതൊരു ദൂരപരിധി പാലിക്കാതെ എത്രയോ മിനിറ്റുകൾ നീളുന്ന വലിയ, അതിനു മുമ്പ് കുഞ്ഞുങ്ങളൊക്കെ കരയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ചേവൂത്ത് നിൽക്കുന്നുണ്ട്, വലിയ ശബ്ദത്തിൽ വലിയ സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കുന്ന രീതിയിലുള്ള പടക്കം പൊട്ടിക്കൽ ആനയുടെ ചെവിക്ക് കീഴെ നടക്കുകയാണ്. ഈ 3 മരണത്തിന് ആ ക്ഷേത്ര ട്രസ്റ്റിയും ആനയുടെ അടക്കമുള്ള ഉത്തരവാദികളല്ലേ ശ്രീ രാജേഷ് പല്ലാട്ട്? അപകടം ഉണ്ടായത് ദാരുണമാണ്. മരിച്ചവർക്ക് സത്യത്തിൽ നമുക്ക് അതീവമായ ദുഃഖവും സങ്കടവുമുണ്ട്. കാരണം ആനകൾ ക്ഷേത്രത്തിലെത്തുന്നത് ആ ക്ഷേത്രത്തിലെ ആചാരത്തിൻ്റെ ഭാഗമായി, അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി വർഷങ്ങളായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു എഴുന്നള്ളത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ആ ക്ഷേത്രത്തിലെത്തിയത്. അതിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട ബാധ്യത ക്ഷേത്ര കമ്മിറ്റികൾക്കും അതിൻ്റെ ഭാരവാഹികൾക്കുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആനകൾ എത്തുകയും അതിനോടനുബന്ധിച്ച് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തുകയും ആന എഴുന്നള്ളത്ത് ആസ്വദിക്കുന്നതിന് ആനപ്രേമികൾ എത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് അവിടെ കരിമരുന്ന് പ്രയോഗവും നമ്മൾ കണ്ടു. ആ കരിമരുന്ന് പ്രയോഗവും ആനകൾ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ ഉണ്ടാവേണ്ട നിയമപരമായി പാലിക്കേണ്ട ദൂരപരിധി പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെ ഭാഗത്തുമാണ്. പാലിച്ചിട്ടില്ല, ആ ദൂരപരിധി പാലിച്ചിട്ടില്ല എന്നാണ് വനംവകുപ്പിന്റെ റിപ്പോർട്ട്. ആനയ്ക്ക് കാലിൽ ചങ്ങലയിടണം എന്നുള്ള ബേസിക് കാര്യം പോലും പാലിച്ചിട്ടില്ല എന്നാണ് വനംവകുപ്പിന്റെ റിപ്പോർട്ട്. മാത്രമല്ല അതിലൊരു ആന നേരത്തെ പ്രശ്നക്കാരനായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നോക്കൂ ശ്രീ രാജേഷ് പല്ലാട്ട്, മരിച്ചത് വയോധികരായ 2 സ്ത്രീകളാണ്. നേരെ ചെവി ആന ഒന്ന് ഇടഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ പോലും പ്രാപ്തിയില്ലാത്ത 2, താങ്കൾ നേരത്തെ പറയുന്നത് പോലെ ആനയും പൂരവും ഉത്സവമൊക്കെ കാണാനുള്ള കൗതുകത്തിന് വന്നിരിക്കുന്ന പാവം സാധു മനുഷ്യരാണ്. ആ സാധു മനുഷ്യരുടെ കൊല്ലാക്കല കൊടുക്കലിന് ഈ ക്ഷേത്ര ട്രസ്റ്റ് ഉത്തരവാദികളല്ല എന്നാണ് അങ്ങ് പറയുന്നത്? ഈ ആനയുടെ ഉടമകൾ ഉത്തരവാദികളല്ല എന്നാണ് അങ്ങ് പറയുന്നത്? അല്ല എന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തേണ്ട ബാധ്യത ആ ക്ഷേത്ര ട്രസ്റ്റിനായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഉത്തരവാദി ആര് എന്നുള്ളത് അന്ന് അന്വേഷണ മധ്യത്തിൽ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇന്നലെയുണ്ടായ സംഭവത്തിന് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ചർച്ച ചെയ്ത് ഇന്നവരാണ് കുറ്റക്കാരെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നൊരു കാര്യമില്ല. പിന്നെ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എത്തുന്ന പ്രായമായ സ്ത്രീകൾ അല്ലെങ്കിൽ പ്രായമായ ആളുകൾക്ക് ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആന എഴുന്നള്ളത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു ബാധ്യത ആ ക്ഷേത്ര കമ്മിറ്റിക്കുണ്ട്, ഒരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ വെടിക്കെട്ട് എന്ന ആ സംഭവം അവിടെ നടക്കുമ്പോൾ അതും ആനയും തമ്മിലുള്ള ദൂരപരിധി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, നിയമപരമായിട്ടുള്ള ദൂരപരിധി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. അതിൻ്റെ ദൂരപരിധി ലംഘിച്ചവരാരാണോ, അതിന് കൂട്ടുനിന്നവരാരാണോ, അതിനുള്ള സാഹചര്യം ഒരുക്കിയവരാരാണോ അവരൊക്കെ അതിൻ്റെ ഉത്തരവാദികളാണ്, ഒരു സംശയവുമില്ല. പിന്നെ ആ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കാര്യം ഇപ്പോൾ ചർച്ചയിൽ സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഒരാന ഇതിനു മുമ്പ് പലതരത്തിലുള്ള അപകടങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ ആനയുടെ ഒരു 5 വർഷം മുമ്പുള്ളൊരു ചരിത്രത്തിൽ കൂട്ടാനയുമായി ആക്രമിക്കുന്ന ഒരു സ്വഭാവം 1-2 തവണ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം പിന്നീടുള്ള എഴുന്നള്ളത്തുകളിലോ ഉത്സവങ്ങളിലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു വിഷയമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാവാനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട ബാധ്യത അതിൻ്റെ നടത്തിപ്പുകാർക്കുണ്ടായിരുന്നു, ഒരു സംശയവുമില്ല കാര്യത്തിനകത്ത്.